വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. പണ്ട് ബിലാലൊക്കെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം, എന്താ കളി. പാലക്കാട് ഒരു +1 വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൊലവിളി നടത്തുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ന്യൂസ് ചാനലുകളിലൊക്കെ വന്ന ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കാണാം. മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി. അതൊരു +1 വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം. ഇതാണ് ദൃശ്യങ്ങൾ. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ സത്യമായിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്ത് തേങ്ങ മാങ്ങച്ച കാറ്റ്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? ജി പ്രസാദ് കുമാർ ഉണ്ട്. ഇത് എന്താ പറയാ ഇതിന് പറയാൻ ഏതാ മോനെ ഭീഷണി. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പൾ ഭയങ്കര ചിൽഗയാണ് കേട്ടോ, ഒരു സീനില്ല. ഇതൊക്കെ ഞാൻ കുറെ കണ്ടാണെന്നുള്ള മെയിനിലാണ് ഇരിക്കുന്നത്. എന്നാലും ചെറുക്കൻ്റെ ഭീഷണി വൻ സീൻ തന്നെ. പിന്നെ ആരാ ഡോണാ? പാലക്കാട്ടെ അധോലോക ഡോണാണെന്ന് തോന്നുന്നു. ഇച്ചിമുള്ളി അധോലോകം ഭരിക്കുന്ന അധോലോക ഡോണാണെന്നാണ് തോന്നുന്നത്. എന്തായാലും സീൻ തന്നെ. നമ്മളും +1 പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്നും ഫോണൊക്കെ സാർമാർ പിടിച്ചോണ്ട് പോയിട്ടുണ്ടടി. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ ആരും ഇങ്ങനൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി പണ്ട് തൊട്ടേ സാർമാരെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് പിന്നീട് അവരെ കാണുമ്പോൾ അവരോടൊരു റെസ്പെക്ട് ഫീൽ തോന്നും. ഇപ്പോൾ വന്ന് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്, എന്ത് മെന്റാലിറ്റിയിലാണ്, എന്ത് മാത്രം ധൈര്യം ഉണ്ടായിട്ടാണ് ഇവൻ ഇങ്ങനെ അത്രയും സാർമാർ ടീച്ചർമാരെല്ലാം നിൽപ്പുണ്ട്. അത്ര ആൾക്കാർ നിൽക്കുമ്പോൾ സാർമാരെ നേരെ പുറത്തിറങ്ങിയാൽ കൊന്നിടും വെട്ടിയിടും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇതിപ്പോഴേ കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ ഭാവിയിൽ എന്തായി തീരുമെന്ന് കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ എന്തായി തീരുമെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ കാലത്തൊന്നും ഒന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കണ്ടു. പക്ഷേ എല്ലാ കാലത്തും ഇതുപോലത്തെ സാർമാരുടെ നേരെ ഇങ്ങനെ എതിർത്ത് പറയുക, അവരുടെ നേരെ കൈവങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ അങ്ങനെയുള്ള പ്രവണതകൾ കൂടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് പേരൻസ് ടീച്ചേഴ്സിനെതിരെ കുട്ടിയെ തല്ലി വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിനെതിരെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ടീച്ചേഴ്സിന് അങ്ങനെ ഒരു പേടി സംഭവമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞ് പിള്ളേരെ അങ്ങ് അനാവശ്യമായിട്ട് അടിച്ചു പിടിച്ചൊക്കെ വളർത്തണമെന്നല്ല. കുട്ടികൾക്ക് എന്താണ് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ടീച്ചേഴ്സ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ടീച്ചേഴ്സിനെതിരെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ സീനാക്കും എന്നൊരു ധൈര്യം പിള്ളേർക്കുള്ളത് കൊണ്ടൊക്കെ ആവാം ഇങ്ങനെയൊക്കെ ഉള്ള കേസുകളൊക്കെ കൂടി വരുന്നത്. പിന്നെ ആ സാറ് വീഡിയോ എടുത്തതിന് എതിരെ ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വീഡിയോ എടുത്തു, അത് ഒരുപാട് പ്രചരിച്ചു എന്നൊക്കെ പറഞ്ഞ് സാറിനെതിരെ കുറെ കംപ്ലയിൻസും പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കൊരു ഐഡിയ ഇല്ല. അപ്പം വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അവൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അവൻ അക്രമാസക്തനാണ് എന്നുള്ള ഒരു തോന്നൽ വന്നതുകൊണ്ടാവാം സാർ ആ വീഡിയോ എടുത്തത്. പിന്നീട് ഈ ടീച്ചേഴ്സൊക്കെ ഇന്റർവ്യൂസിലൊക്കെ വന്ന് പറയുന്നുണ്ട് അവൻ്റെ പേരൻസിനെ കാണിച്ചു കൊടുക്കാനാണ് PTA പ്രശ്നം അവതരിപ്പിച്ച്, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അവൻ സമാധാനിച്ചു കഴിഞ്ഞ് അവനെ തന്നെ കാണിച്ച് അവൻ എങ്ങനെയാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇരുന്നതാണ് എന്നൊക്കെ ഈ പ്രിൻസിപ്പൾ പറയുന്ന ഒരു ന്യൂസൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അവരൊരു നല്ല ഉദ്ദേശത്തോടെ എടുത്തതാണ്. പിന്നെ ഇങ്ങനൊരു ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ എടുക്കും. കാരണം അവർക്ക് അവരുടെ സൈഡ് ക്ലിയർ ആണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണ്ടേ. ഇവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് തെളിവില്ല ഇതാണെന്നൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവൻ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയത്താലൊക്കെ ആവാം സാർ അങ്ങനെ വീഡിയോ എടുത്തത്. ഇവൻ്റെ പേരൻസിനെ കൂടെ കാണിച്ച് ഇവനെ മര്യാദയ്ക്ക് നല്ല വഴിക്ക് കൊണ്ടുവരണം എന്ന് ഉപദേശിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആവാം. അപ്പോൾ എന്തായാലും അതും സാർമാർക്ക് വള്ളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയില്ല ഇവൻ്റെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ്, ഇവൻ്റെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ്, അവന് മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ലെറ്റ്സ് ഹോപ്പ് പ്രോപ്പർ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ തെറ്റ് മനസ്സിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് ഞാൻ ചില ന്യൂസുകളിൽ കണ്ടത് മാപ്പ് പറയാൻ തയ്യാറായെന്ന് മാപ്പ് പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് കണ്ടത്. എന്തായാലും എനിക്ക് പേരൻസിനോട് മാത്രം ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ സൈഡ് പിടിച്ച് ടീച്ചേഴ്സിനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്ന പേരൻസ് ഉണ്ട്. അതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളം വെച്ച് കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.